ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. ഈ കാണുന്ന ക്രിസ്റ്റ എൻജിൻ പോലും പണിയാകാൻ ചാൻസ് ഉള്ള ഒരു സംഭവമായിട്ടാണ് ഇവിടെ വന്നത്. സംഭവം വേറൊന്നുമല്ല, ഇതിൻ്റെ ഓയിലും കൂളൻ്റും കൂടെ മിക്സ് ആവുന്ന ഒരു കേസിട്ടാണ്. നിങ്ങളിതാ ഒരു കൂളൻ ടാങ്കിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനകത്ത് ഇപ്പം നമ്മളിപ്പോൾ ചോർത്തി കേട്ടോ, ഇതിനകത്ത് ഫുള്ള് ഓയിലിൻ്റെ അംശങ്ങൾ കാണുന്നുണ്ടോ. ഇതിനകത്ത് ഓയിലായിരുന്നു. അപ്പം ഈ ഒരു ഓയിൽ ഇതിലെങ്ങനെ എത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ക്രിസ്റ്റ യൂസ് ചെയ്യുന്നവരൊക്കെ ഇത് സൂക്ഷിച്ചോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പം കാലപ്പഴക്കവും അത് കണക്കിന് കിലോമീറ്ററിനനുസരിച്ചൊക്കെ വ്യത്യാസം വരും ഈ പറയുന്ന കംപ്ലയിൻറ്റ് വരുന്നത്. പക്ഷേ വരില്ല എന്നോ ടൊയോട്ടയുടെ വണ്ടിയാണ്ട് കുഴപ്പമില്ല എന്നോ ഒരിക്കലും പറഞ്ഞു കളയരുത്. ടൊയോട്ടയുടെ വണ്ടിയാണെങ്കിലും ഇത്തരം കംപ്ലയിൻറ്റുകൾ വരാം. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി. ഈ കാണുന്നത് ഞങ്ങൾ എഞ്ചിൻ ഓയിൽ ചോർത്തി വെച്ചേക്കുന്നതല്ല, ഇത് മൊത്തം കിട്ടിയേക്കുന്നത് വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ റേഡിയേറ്ററിൽ നിന്നാണ്. ഈ ഒരു റേഡിയേറ്ററിലോട്ട് നല്ല രീതിയിൽ ഓയിൽ കയറിയിട്ടുണ്ട്. അപ്പം ഓയിൽ കയറാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു വണ്ടി ഓട്ടോമാറ്റിക് വാഹനമാണ്, അതായത് ഓട്ടോമാറ്റിക് ഗിയർ വരുന്നൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഡിയേറ്ററിലേക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ ഓയിൽ തണുപ്പിക്കാൻ ആവശ്യമായ ഒരു സൗകര്യം കമ്പനി നൽകിയിട്ടുണ്ട്. അതായത് ഒരു കൊള്ളുപോലൊരു സംവിധാനവും മറ്റുമൊക്കെ ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് വേണമെങ്കിൽ ലീക്കാകാം. അങ്ങനെ ഓട്ടോമാറ്റിക് ഗിയർ ഓയിൽ നേരെ റേഡിയേറ്ററിൽ വരുന്ന ഒരു പ്രശ്നം വരാം. ഓയിൽ കൂളറാണ്. ഓയിൽ കൂളറിൻ്റെ ഒരു കേസ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു താഴ്ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഓയിൽ കൂളർ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ വയ്യ, ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു തരാം. നിങ്ങളിതാ ഈ കാണുന്നതാണ് ഓയിൽ കൂളർ. ഈ കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യാതെ ഈ ഫിൻസോട് കൂടി വരുന്ന ഈ ഒരു ഭാഗത്ത് വരുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓയിൽ കൂളർ എന്ന് പറഞ്ഞാൽ. അപ്പം ഓയിൽ കൂളറിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. അപ്പം എന്തായിരിക്കും കംപ്ലയിൻറ്റ്? നമുക്ക് ഓയിൽ കൂളർ എന്തായാലും ഇളക്കി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓയിൽ കൂളർ ഇളക്കുന്നത് ഇപ്പം പുറമെ കാണാൻ എളുപ്പമാണെങ്കിലും അതിന് ചില നെറ്റൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് കുറച്ച് ടാസ്ക് ഉണ്ട്. എന്തായാലും നമ്മൾ ഇളക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓയിൽ കൂളർ നമ്മൾ ഇളക്കിയെടുത്തു. ഇനി ഒരു ഓയിൽ കൂളർ വല്ല കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഓയിൽ കൂളർ നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിൽ സംശയിക്കാനുള്ള വേറൊരാളും കൂടെ ഉണ്ട്. നമ്മൾ ഇളക്കിയെടുക്കുന്നുണ്ട്. ഓയിൽ കൂളർ ചെക്ക് ചെയ്യാൻ പോയാണ്. ഓയിൽ കൂളർ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ഓയിലൊക്കെ നല്ല രീതിയിൽ എയർ അടിച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിൽ വെള്ളം ഒഴിച്ച് ഈ ഒരു വെള്ളത്തിന്, അതായത് കൂളൻ്റ് വരുന്ന ലൈൻ ബ്ലോക്ക് ചെയ്തുകൊണ്ട് എയർ അടിച്ച് നോക്കും. ഇതിലെ ബബിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നമ്മൾ മാനുവലി നമ്മളായിട്ടൊന്ന് നോക്കും. അതല്ലാതെ പുറത്ത് കൊടുത്തും, അതായത് ചെക്ക് ചെയ്യുന്നിടത്ത് കൊടുത്തും നമ്മളൊന്ന് ചെക്ക് ചെയ്യും. നമുക്ക് നോക്കാം. പിടിച്ച വെള്ളം വെച്ചോ, ഇത്തിരി എടുത്തോട്ട് വന്നോണേ. അയ്യോ, ഓക്കെ. ഇത് തിളുമ്പ ഒഴിക്കണം. തിളുമ്പ ഒഴിക്കാതെ കാര്യമില്ല. ഞാൻ പിടിക്കാൻ പറയാം, നീ എയർ അടിക്കും. ഇതിങ്ങനെ തിളുമ്പ ഒഴിക്കണം. കാര്യം വെച്ചാൽ ഏറ്റവും ലാസ്റ്റത്തെ ഫിൻസ് വരെയും വന്ന് നിൽപ്പുണ്ടാന്ന് നോക്കണം. എന്നിട്ട് ശക്തമായ രീതിയിൽ ഇത്തിരി പൊക്കി അടുത്തോട്ട് കാണിച്ചോനെ, അടിച്ചോ, നല്ലോണം പൊത്തി പിടിച്ചോളൂ. അവിടെ ഇവിടെ നല്ലോണം പ്രഷർ കിട്ടുന്നില്ല. ഒന്നും കൂടെ. കൈ തന്നെ എടുക്കുന്നില്ലേ? ഒന്നും കൂടെ എടുത്തോ. ഇല്ല ഇല്ല, മതി 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 മതി. ചുവന്ന്, കറുത്ത വിരൽ ചുവന്ന്. അപ്പോൾ ഇതിലിപ്പം നിലവിൽ ലീക്ക് കാണിക്കുന്നില്ല. എന്തായാലും നമ്മളിത് റേഡിയേറ്ററും കൂടെ ഇളക്കാൻ പോകുന്നുണ്ട്. റേഡിയേറ്ററും കൂടെ ഇളക്കുന്ന സമയത്ത് റേഡിയേറ്ററുടെ തന്നെ ഇത് നമുക്ക് ചെക്ക് ചെയ്ത് തരും, പ്രഷർ ചെക്ക് ചെയ്ത് തരും. അപ്പം ഈ ഒരു ഐറ്റവും അത് കണക്കുണ്ട്. ഇതിലല്ലാതെ കാർബൈഡൊക്കെ ആയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ലോക്കലി ഒന്ന് ചെക്ക് ചെയ്തേ ഉള്ളൂ. എന്തെങ്കിലും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും എന്നുള്ള രീതിയിൽ. അല്ലാതെ ലീത്തിലേക്ക് കൊടുത്ത് നമുക്കിത് കാർബൈഡൊക്കെ ഇട്ട് അവർ ബ്ലോക്ക് ചെയ്ത് നല്ലോണം ചെക്ക് ചെയ്ത് തരും. ഇനിയിപ്പോൾ ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ റേഡിയേറ്ററും കൂടെ ഇളക്കിയെടുക്കണം. അപ്പോൾ റേഡിയേറ്റർ ഇളക്കിയെടുത്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ക്രിസ്റ്റയുടെ റേഡിയേറ്റർ ഇളക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഓയിൽ കൂളർ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം റേഡിയേറ്ററും ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി റേഡിയേറ്റർ ഒന്ന് ചെക്ക് ചെയ്യണം. ഓട്ടോമാറ്റിക് ഗിയർ ഓയിൽ വരുന്നത് ഈ ഒരു വഴിയാണ്. കേട്ടോ, ഇതുവഴിയാണ് വരുന്നത്. ഒരു സൈഡിൽ കൂടെ കയറി ഒരു സൈഡിൽ കൂടെ തിരിച്ചു വരും. അപ്പോൾ അത് ലീക്കുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാനായിട്ട് ഇതിൽ നല്ല രീതിയിൽ വെള്ളം നിറച്ച ശേഷം, അതായത് രണ്ട് സൈഡിൽ തുളുമ്പി നിൽക്കുന്ന രീതിയിൽ വെള്ളം നിറച്ചതിന് ശേഷം ഒരു സൈഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു സൈഡ് എയർ അടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ റേഡിയേറ്റർ എയർ ചെയ്ത് ചെക്ക് ചെയ്യാൻ പോയാണ്. എന്തെങ്കിലും വിഷയം കാണിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. നല്ലോണം ബുദ്ധി പിടിച്ചോളാം. ഇതിലൊന്നും ബബിൾസോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. എയറൊക്കെ അടിച്ച് നല്ലോണം നോക്കിയിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഈ രണ്ട് ഐറ്റവും കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എത്രയൊക്കെ എയർ അടിച്ച് നോക്കിയിട്ടും രണ്ട് ഐറ്റത്തിൽ നിന്നും ബബിൾസോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ട് കാണിക്കുന്നില്ല. ആകെ വെച്ചാൽ റേഡിയേറ്ററിൻ്റെ അവിടെ ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റത്തില്ല. കണ്ടില്ലേ, ഒരു എത്തും പിടിയില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ചില പണികൾ ഇങ്ങനെയാണ്.
എന്താണ് എവിടാണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. ഒരു ഭാഗത്തു നിന്ന് തോന്നും, ഒരു ഭാഗത്തു നിന്ന് തുടങ്ങും, ആ ഭാഗമൊന്നും ആയിരിക്കത്തില്ല, നമുക്ക് വട്ടാവും. ഇതാണ് അവസ്ഥ. അപ്പോൾ എന്തായിരിക്കും? ഓട്ടോമാറ്റിക് ഗിയറിൻ്റെ ഓയിൽ കൂളർ അത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കാണിക്കുന്നില്ല. നമ്മൾ ചെക്ക് ചെയ്തു, ഇവിടെ വെച്ച് ചെക്ക് ചെയ്തു, അല്ലാതെ അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തു, തറമായിട്ട് നോക്കിയ പ്രശ്നം കാണിക്കുന്നില്ല. നമ്മൾ ഓയിൽ കൂളറിലും പ്രത്യേകിച്ച് വിഷയം കാണിക്കുന്നില്ല. പിന്നെ ടർബോ അത് വളരെ വിരളമായിട്ടുള്ളൊരു സാധനമാണ്. ടർബോയ്ക്കൊക്കെ പൊട്ടലോ ചീറ്റിലോ വരണം, പക്ഷേ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ടർബോയ്ക്കും ഇല്ല. നോക്കാം.